ഗെയിമിംഗ് സൺ P4Pയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു കാർ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അത് വേറൊന്നുമില്ല, നമ്മുടെ 80,000 കിടക്കുന്ന കഴിഞ്ഞുപോയി 80,000 കിടക്കുന്ന ലംബോർഗിനി തന്നെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്ന. അതിൻ്റെ ഒരു കമൻറ്ററി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ഗെയിമിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് എടുക്കാനാണ്. ഈ പാർട്ട് 2 BMW E13 ആണ് കേട്ടോ. ഞാൻ നമ്മുടെ 1000+ ഗെയിമിങ്ങിന് നമ്മുടെ ഹമ്മർ ഒന്ന് വിറ്റ് കൊടുത്തു കേട്ടോ. അവനെന്തോ അവന് ഈ E13 മേടിച്ചിട്ടുണ്ട്. കുറേ മോഡിഫൈ ഒക്കെ ചെയ്ത് ഇന്നലെ ഞങ്ങളൊരു മൾട്ടിപ്ലെയർ കളിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഇത് ചെയ്ത്. അപ്പം നമ്മൾ ഈ E13 പാർട്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ട് 2 ആണ് കേട്ടോ. നെറ്റോണാണ്. നമ്മൾ ഓഫ്ലൈനിലാണ് കേട്ടോ കളിക്കുന്നത്. മൾട്ടിപ്ലെയർ എനിക്ക് ആരുമില്ല, അതുകൊണ്ടാണ്. മൾട്ടിപ്ലെയറിൻ്റെ ഒരു കളിയും ഞങ്ങൾ ഇതേവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, അതാണ് സത്യം. നമ്മൾ ബ്രസീൽ ടേണിങ് ഇട്ടായിരുന്നു. നമുക്കെന്തായാലും ന്യൂഡൽഹി ചെന്നിട്ട് അപ്പം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ E13 അടുത്തോട്ട് കുതിച്ച് പായുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ എന്നാ ലുക്കാല്ലേ ഗൈസ്. എൻ്റെ മോനെ എന്നാ ലുക്കാല്ലേ. ഞാൻ ഈ സൈഡിലായിട്ടൊരു ഇത് ഇട്ടിട്ടില്ലേ, ഈ സാധനം, ഈ മോഡിഫൈ ചെളി പോലത്തെ ഇത് ഞാൻ ചെളി പറ്റിയതുപോലെ മോഡിഫൈ ചെയ്യാൻ ഇരുന്നായിരുന്നു. അപ്പോൾ അത് സിമെൻറ്റ് തേച്ചതുപോലെയായി. എന്തായാലും നമ്മുടെ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് നമ്മൾ പോകാം കേട്ടോ. ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. ഞാൻ പിടിച്ചു വെച്ചേക്കുന്ന ഗ്രൗണ്ട് അതിൻ്റെ അടുത്തോട്ട് കുതിക്കുകയാണ്. പിന്നെ വലിയ പരീക്ഷ തൊട്ട് ക്രിസ്മസ് പരീക്ഷ ആയതുകൊണ്ട് ഇനി ഉടനെ വീഡിയോ ഒന്നും ഇല്ലായിരിക്കും കേട്ടോ. അയ്യോ പുറകിലായിരുന്നു ഗൈസ്. അയ്യോ കൂട്ടുകാരെ, അപ്പം നിങ്ങൾ സബ് അടിച്ചില്ലെങ്കിൽ സബ് അടിച്ച് കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്, കാരണം നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രി എവിടെയാണെന്ന് നോക്കണം. എൻട്രി എത്തി. ഇതാണ് കേട്ടോ നമ്മളെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓ എൻ്റെ മകനെ, ഒന്നും പറയാനില്ല, സീൻ സാധനം. ഇവിടെ കുറേ ഇതൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. ആദ്യം ഡ്രിഫ്റ്റ് ആവുമെന്ന് നോക്കണം. ഡ്രിഫ്റ്റൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എടാ മോനെ, നമ്മുടെ ലംബോർഗിനി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം 40 രൂപയുള്ളൂ കേട്ടോ. വെറും 40 രൂപയുള്ളൂ. എടാ മോനെ ഗൈസ്, നിങ്ങൾക്ക് ഈ മോഡിഫൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് മാറ്റാനാണ് കുറേ പേര് പറഞ്ഞേ. മറ്റേ 1000+ ഗെയിമിംഗ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇത് കൊള്ളത്തില്ല, ഇത് മടുപ്പാ, ഇതിന് സൂപ്പർന്നൊക്കെ വെക്കുന്ന മറ്റേ ബംഗാളിമാരെങ്ങനെ സൂപ്പർന്നൊക്കെ വെക്കുന്ന തീയൊക്കെ വെച്ച്. അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഈ E13 പാസ്സായിട്ടുണ്ട്. ഡ്രിഫ്റ്റും പാസ്സായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ സ്പീഡിങ് ടെസ്റ്റിലോട്ട് ചെല്ലാം കേട്ടോ. അയ്യോ, സ്പീഡിങ് ടെസ്റ്റിനുണ്ട് എവിടെ പോവും. പിന്നെ അത്രയ്ക്ക് സ്പീഡൊന്നും ഇല്ലായിരിക്കും, ഇത് വേറെ കാര്യം. ഒരു ഗെയിമിൻ്റെ മെയിൻ സാധനമാണ് സ്പീഡ് കേട്ടോ. സ്പീഡില്ലാതെ ഒരു കളിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, 120, 150 അതിനും പൊക്കത്ത് ഇത് കയറത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അതങ്ങനെയാണ്. 160, 170. ഈ സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കേട്ടോ.
ഞാൻ ഓടിക്കുന്നത് ആദ്യമായിട്ട് ഇത്രയും സ്പീഡിൽ പോകുന്നത്. ക്യാമറ 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 ഗൈസ്, ആ ക്യാമറ വന്നുണ്ട്. ക്യാമറ എവിടെ വന്നേന്ന് നിങ്ങൾ നോക്ക്. പക്ഷെ നമ്മൾ കിടക്കുന്ന ഏത് സ്ഥലത്താണെന്ന് നോക്ക്. എന്തിയാ ക്യാമറ? ക്യാമറ ഇല്ലേ ഗൈസ്? പുറകെ ക്യാമറ ഉണ്ട്. ഇത് അപ്പുറത്താണോ? ആ ക്യാമറ നമ്മൾ ഇടിച്ചിട്ട് 500 രൂപ പോയി കേട്ടോ. ഗൈസ് 500 രൂപ കൂടുക തന്നെ. അങ്ങനെയല്ലേ സ്പീഡിൽ പോയി എത്തി കിട്ടി. ഞാൻ കരുതി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. സ്പീഡിങ് ടെസ്റ്റ് ഇത് പാസ്സായിട്ടുണ്ടെന്നാണ് 200 കേട്ടോ നമ്മുടെ പാസിങ്. പിന്നെ സ്പോർട്സ് കാർ, അതായത് സുപ്ര, മറ്റേ ഇതൊക്കെ നമ്മൾ സുപ്രയുടെ പാർട്ട് 1 അതിൻ്റെ അകത്ത് സ്പീഡ് ടെസ്റ്റ് മാർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ പാസ്സായിട്ടുണ്ട് കേട്ടോ. ഡ്രിഫ്റ്റിങ്ങിലും പാസ്, സ്പീഡിലും പാസ്. 300 കയറുമോയെന്ന് നോക്കാം. പെട്രോൾ സ്റ്റാമിന ഉണ്ട് കേട്ടോ ഒത്തിരി. അപ്പം ഇത് കൊള്ളാം, സാധനമൊക്കെ കൊള്ളാം. എൻ്റെ മോഡിഫൈ ഒന്ന് ജസ്റ്റ് മാറ്റേണ്ടതുണ്ട്. സിവിൻ്റെ വാരി പൂശിയതുപോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ സബടിച്ചില്ലെങ്കിൽ സബടിക്കണം, ലൈക്ക് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്താൽ മതി. നമ്മുടെ ഇത് കൂടിയാൽ മതി. എന്നെ അറിയാവുന്ന എല്ലാവരെയും ഈ യൂട്യൂബ് ചാനലും പരിചയപ്പെടുത്തണം. അപ്പം നമ്മുടെ വീഡിയോ എന്നാൽ ഇത്രയേ ഉള്ളൂ. ലൈക്ക് അടിച്ചാൽ ലൈക്ക് അടിക്കണം, സബ് അടിച്ചാൽ സബ് അടിക്കണം. വേറെ എന്തൊക്കെ ചെയ്യാനുള്ളോ അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം പാർട്ട് 3 ആയിട്ട് കാണാം. ബൈ.